അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾക്ക് അത്ഭുതകരമായ ഒരു പ്രാർത്ഥന പഠിക്കാം. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഈ പ്രാർത്ഥനയായിരുന്നു എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രാർത്ഥന കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിന, ഞങ്ങൾക്ക് നൽകണേ, ഫിദ്ദുന്യ, ഈ ദുനിയാവില്, ഹസനത്തൻ, ഹസനത്ത് നൽകണേ. ഹസനത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാര് പറയുന്നു, നല്ല വീടാണ്, നല്ല ഭാര്യ, നല്ല മക്കള്, നല്ല ജോലി, ഹലാലായ ഭക്ഷണം എല്ലാം അതിൽപ്പെട്ടിട്ടുണ്ട്. വഫിൽ ആഖിറത്തി, പരലോകത്ത് വെച്ച് ഹസനത്തൻ, ഞങ്ങൾക്ക് ഹസനത്ത് കൊണ്ട സ്വർഗം നൽകണേ, അർശിന്റെ തലൽ നൽകണേ, ഹൗദുൽ കൗസർ നൽകണേ. ഇതൊക്കെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. വഖിന അദാബന്നാർ, നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിമാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.